പൂരത്തിന് അതിൻ്റെതായ രുചികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തൃശ്ശൂരുകാർക്ക് ഇപ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ളവർക്കൊക്കെ പൂര ദിവസം അതിഥികളെ സ്വീകരിക്കണം, അവർക്ക് വേണ്ടവിധ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കണം, പിന്നെ പൂരം കാണണം. അപ്പോൾ അത് അവരുടേതായ ഒരു സ്പെഷ്യൽ ഇന്നത്തെ ഈ 3-4 ദിവസം അവർക്ക് അവരുടേതായ കുറേ പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ ശ്രീ ഗോപു നന്ദിലത്ത് എന്തൊക്കെയാണ് തൃശ്ശൂർ പൂര വിശേഷങ്ങൾ അവരുടെ വീട്ടിൽ എന്ന് പങ്കുവയ്ക്കുകയാണ് റിയ ബേബി. പൂരവും ആനയും അത് തൃശ്ശൂരുകാർക്ക് എന്നും ആവേശമാണിതാ. ഗോപു നന്ദിലത്തിന്റെ 3 ആനകളാണ്. ഇത്തവണ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി 3 പേരും ഉണ്ടാവും. എന്താണ് ഇത്തവണത്തെ പൂരത്തിന്റെ വിശേഷം? തീർച്ചയായും എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ ഈ വർഷവും അതിഗംഭീരമായി ആഘോഷിക്കാൻ പോണ തൃശ്ശൂർ പൂരം. തൃശ്ശൂർക്കാരുടെ എന്ത് പറയാന്ന് വെച്ചാൽ ഞാനൊരു 30 വർഷമായിട്ട് ആനകളെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് തൃശ്ശൂർ പൂരത്തിന്. ഇത്തവണ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ആനകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷം നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിനാണ് നമ്മുടെ 3 ആനകൾ എഴുന്നള്ളുന്നത്. ഇത് ഞങ്ങളുടെ പേര് കേട്ട ഏറ്റവും നല്ലൊരു ആനയാണ് ഗോപാലകൃഷ്ണൻ, ഇത് ഗോവിന്ദകണ്ണൻ, അത് ഗോപി കണ്ണൻ, അങ്ങനെ 3 ആനകളാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ പൂരവും ആനയും വിട്ട് തൃശ്ശൂർക്ക് ഒരു പരിപാടിയില്ല അല്ലേ? ഞങ്ങളുടെ ഇത് 30 വർഷമായിട്ട് നടക്കുന്ന ചടങ്ങാണ്. ഞങ്ങളുടെ ആനകൾ ഇതേപോലെയാണ് പോവാറ് എല്ലാ തൃശ്ശൂർ പൂരത്തിനും. അത് നമുക്ക് വലിയ സന്തോഷമാണ്. തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ വളരെ സന്തോഷമാണ് ഇങ്ങനെ നമ്മൾ പങ്കെടുക്കണത്. എനിവേ എല്ലാവരും പൂരാഘോഷിക്കുക, അടിപൊളി പൂരാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് പൂരപ്പറമ്പിൽ കാണാം. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് സ്ത്രീകളുടെ പൂരം എങ്ങനെയുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളോട് ഒന്ന് ചോദിച്ചിട്ട് വരാം. തീർച്ചയായും സന്തോഷം. ഞങ്ങൾ പുറത്തുനിന്ന് ആനയുടെ കുറച്ച് വിശേഷങ്ങൾ പറയായിരുന്നു. അപ്പം സ്ത്രീകളുടെ പൂരം വിശേഷങ്ങളാണ് അറിയേണ്ടത്. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ആവേശം? സ്ത്രീകളുടെ എന്നല്ല, തൃശ്ശൂർക്കാരുടെ എന്നും ഒരു വികാരമാണല്ലോ തൃശ്ശൂർ പൂരം. നമ്മുടെ പൂരം എന്നാണ് പറയാ അല്ലേ? അതെ, നമ്മുടെ പൂരം എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ തന്നെ വെടിക്കെട്ടും ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വെടിക്കെട്ട്? എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ടു ബി ഓണസ്റ്റ്. കാരണം അതിന് മുമ്പൊക്കെ നമുക്കൊരു ധാരാളം സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ പൂരത്തിന് പോകാനായിട്ട് ആണുങ്ങൾ മാത്രമേ പോവുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സ്ത്രീകൾ ഒരുപാട് പേര് വരുന്നുണ്ട്, കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ വരുന്നുണ്ട്. ആൻഡ് വെരി സേഫ് ആണ്. എങ്ങനെയാണ് ഈ 26 വർഷത്തിന് ശേഷം പൂരം കാണാൻ വരുമ്പോൾ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ടാവുമല്ലോ? മിസ് ചെയ്തു 26 വർഷം? മിസ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. യൂട്യൂബിലൊക്കെ നോക്കും വീഡിയോസ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ കണ്ട പൂരം? അടിപൊളിയായിരുന്നു. ഈ വെടിക്കെട്ടും ഒച്ചയൊക്കെ കേൾക്കുമ്പോ വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലെ? കാണുമ്പോ അത് വെച്ചില്ല, അത് എന്തായാലും വെച്ചില്ല. പൂരപ്പറമ്പിലേക്ക് ഉണ്ടോ ഇപ്രാവശ്യം? എന്തായാലും ഉണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും ആണ്. അപ്പൊ അത് പ്രമാണിച്ച് ഗിഫ്റ്റ് ആയിട്ട് എന്തായാലും എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നൈസായിട്ടൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് പൂരക്കാലായാലും വീടുകളിൽ പുളിശ്ശേരി ഉണ്ടാവും. എന്തെങ്കിലും ബന്ധമുണ്ടോ പൂരവും മാമ്പഴ പുളിശ്ശേരി? അതെനിക്കറിയില്ല. പക്ഷെ നമ്മൾ മാമ്പഴക്കാലം ആയതുകൊണ്ട് പുളിശ്ശേരി ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. അതാലോചിച്ചിട്ടൊന്നല്ല, മാങ്ങ കിട്ടി വെച്ചു, അത്രയും. ഇതാണ് നേരത്തെ പറഞ്ഞ മാമ്പഴ പുളിശ്ശേരി അല്ലേ? അതെ അതെ അതെ. ടേസ്റ്റ് നോക്കണോ? ആള് തന്നെ നോക്കട്ടെ, ആള് കാത്തിരുന്ന് വന്നതല്ലേ. Super, super. Yeah, he makes the best mummy. 26 വർഷം മുമ്പുള്ള അതേ ടേസ്റ്റ്. അതിലും കൂടി ടേസ്റ്റ് കൂടി. എന്തായാലും ഇത് തന്നെയാണ് തൃശ്ശൂരിലെ ഓരോ വീട്ടിലെയും കാഴ്ച. ഇവിടെ 3 കൊമ്പന്മാരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പൂരത്തിന്റെ ആവേശം, പൂരത്തിന്റെ ആഘോഷമൊക്കെ തൃശ്ശൂരിലെ ഓരോ വീട്ടിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.